ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറയുമ്പോൾ തന്നെ എഴുതി തരാൻ പറ്റുമോ? എനിക്ക് തൻ്റെ വീടിൻ്റെ പരിസരത്ത് വന്ന ആ ലൊക്കേഷൻ കണ്ടിട്ട് ഏതൊക്കെ ഊടുവഴികളുണ്ട്, ചുറ്റുവട്ടത്ത് ആരൊക്കെ താമസിക്കണമെന്നൊക്കെ മാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് എഴുതി തരാൻ. അല്ലാതെ പറയുമ്പോൾ തന്നെ അങ്ങോട്ട് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. അവസ്ഥയുണ്ട് സാറേ. അവസ്ഥയാണ് എല്ലാവരുടെ. ഹലോ, ഗെറ്റ് ഔട്ട്. ചോദിക്കാതെയാണ് കയറി പറഞ്ഞത്. ഇവിടെ ഒരാളായിട്ട് സംസാരിച്ചിരിക്കണുണ്ട്. ഇവിടെ വിളിക്കാ, പുറത്ത് നിൽക്ക്. കയറി ഇങ്ങോട്ട് വന്നോളൂ. Sorry, sir. Really sorry. I'm an NRI working in Dubai. So I'm in a little urgent. I have a leave for only 2 weeks. I'm a little busy and I have so many problems to solve here. So only I came without your permission. And also I have an appointment with the bank manager in half an hour. That only I came here. Sorry, we'll wait there. സോറി സാർ. ഇരിക്കും. Okay, sir. മാറിക്കൊറോ, വലിയ വലിയ ആളുകൾ വരുമ്പോൾ ഞെളിഞ്ഞിരിക്കാണ്. മാറി. Please excuse. Okay. അവിടെ നിന്നോളൂ. എന്താ സാർ? My name is Manmat. Oh. And this is my wife. I am Mandodari, 32 years old. I am Parijathan, village officer, 38 years old. Nice to meet you, sir. Thanks. Sir, actually, this is a sale deed of 25 cents of land which I got from my father-in-law. That's Mandu's father. My father is Raghavan. Yeah. So, I have some doubts regarding this document. Yeah, pardon, sir. ഒന്ന് മലയാളത്തിൽ പറയോ? ദിസ് ഓഫീസ് ഇൻ ഓൾ ലിറ്ററേച്ചർ ഇൻ മലയാളം. ഐ ഫോർഗോട്ട് ഇംഗ്ലീഷ്. എല്ലാ ഇവിടെ ഓഫീസില് മലയാളം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ്. ഞാൻ BA ഇംഗ്ലീഷാണ്. Can you follow me? Can you follow my English? Tell me. He full English. Yeah. He Dubai. Yeah. Dubai. Also, Looking. I can't. Malayalam is not fluent. I'm not fluent in Malayalam. ഞാൻ കുറച്ച് അങ്ങനെ പറയും. Sir, my father-in-law told that there is some liability in this document. Sir, actually. സാറേ, എൻ്റെ കാര്യം തന്നോടല്ലേ ഞാൻ പറഞ്ഞത് മലയാളത്തില് മാന്യന്മാരായിട്ട് സംസാരിച്ചിരിക്കണ കണ്ടൂടെ? താൻ പുറത്തോട്ട് പോയേ? ഇല്ല, കുഴപ്പമില്ല, എവിടെ നിന്നോളാം. എന്നാ മിണ്ടാതെ നിൽക്കത് കഴിയട്ടെ. ഒരു മര്യാദ ഇല്ല എന്ന് പറഞ്ഞ. Sir, actually, my father-in-law wished to transfer this property in my name. So he told there is some liability existing on this document. Can we transfer this to my name if the liability is still existing? ആധാരം ഈസ് ഡൺ. ഓക്കെ, ക്ലിയർ. Okay. ഈ ലൈബിലിറ്റി എങ്ങനെ പറയണത്? ലൈബിലിറ്റി ഉണ്ടെങ്കിലും ആധാരം ചെയ്യാം. Okay. പക്ഷെ അറ്റാച്ച്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോക്കുവരത്ത് ഈസ് പ്രോബ്ലം. ഡിസ്പ്യൂട്ട് ഈസ് പോക്കുവരവ്. പോക്കുവരവ് കുഴപ്പമാവും. That I'll manage, sir. I'll manage. Okay. Anyway, thank you so much for your great information. Thank you. സാറേ, കോഫി? Coffee. No, we'll have juice from the nearby bakery. No. Anyway, thank you so much, sir. Thank you for spending your valuable time. Okay, thank you. Thank you, sir. Wishing you a good night. See drinks. Goodbye. Goodbye. Have a good day. Thank you. Goodbye. Thank you, brother. എന്തൊരു അറിവുള്ള മനുഷ്യരാണ്. അന്ന് അതിൻ്റെ അഹങ്കാരം ഉണ്ടാ. എന്താ മര്യാദ? ഇവിടെ ഓരോരുത്തരും ഒറ്റ കൊണ്ട് കൊടുത്തുകൊണ്ടിങ്ങാട് വരും, എന്നിട്ട് നമ്മുടെ മെക്കിട്ട് കയറും. പറഞ്ഞ മനസ്സിലായില്ല തനിക്ക്? അടുത്ത ആഴ്ച ആയിട്ട് ഞാൻ ശരിയാക്കി തരാം. Sir, can you please tell me when I'll be able to get my location sketch? It's very urgent. I need to submit this on bank. Then only I can access loan too. വൈകുന്നേരം തന്നാൽ മതിയാ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്? എന്തായാലും പുറത്തു പോയ ആൾക്കാർക്ക് മാറ്റം ഉണ്ടാവും പറഞ്ഞത് ശരിയാട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ ഈ മന്മഥൻ എന്ന് പറഞ്ഞ ആളുടെ ആ ഒരു വിവരം, ആ ബുദ്ധിയും ബോധവും എങ്ങനെ ഉണ്ടായി? എനിക്ക് മന്മഥനോട് പ്രത്യേക ബഹുമാനം തോന്നുന്നു. ചെറുപ്പം ഒരുപ്പില്ല, എന്നോട് ഇംഗ്ലീഷ് പറയുന്നു. ആ പ്രൊഫസർ രവീന്ദ്ര സാർ ഉണ്ടല്ലോ, ഇംഗ്ലീഷിന്റെ മാഷ, ഇന്ന് വരെ
എന്നോട് ഇംഗ്ലീഷിൽ ഒരു അക്ഷരം സംസാരിക്കില്ല, വേറെ പച്ച മലയാളം പറയും. അയാൾക്കൊക്കെ പിസ്കണ്ട ഭ്രാന്താണ്. നമ്മള് പഠിച്ചു പോകുന്നുള്ള ഇതാണ്. പിന്നെന്തെന്ന്? നമ്മുടെ നാടിന്റെ ഒരു അഭിമാനം കേട്ടോ അങ്ങനെയുള്ള അറിവുള്ള ആൾക്കാർ. ഇനിയുണ്ടല്ലോ, ഇനി നമ്മളെ റെസിഡൻസില് കുറച്ച് പ്രവർത്തനങ്ങൾ നടക്കും. അത് നടക്കും. ഓപ്പ് ഏറ്റെടുത്തല്ലോ, പ്രസിഡന്റ് അവനായില്ലേ. 4 എണ്ണം അങ്ങോട്ട് നിന്ന് 4 പറച്ചിലങ്ങടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൊലകൊമ്പനും അവിടെ വീഴേ. നീ കേക്കണോ? ഇപ്പൊ പണ്ടൊക്കെ മന്മഥന്നെ ഡാ ഇതുവാ എന്നാ വിളിക്കല്. അപ്പൊ നാളെ ചെന്നപ്പോ ഇത് വിവരം വെച്ചേ, വിവരം വെക്കും. പിന്നെ അതിനനുസരിച്ച് നമ്മുടെ എല്ലാ ശബ്ദമൊക്കെ മാറും, എല്ലാതും മാറി കിട്ടും. അല്ലെ ഇപ്പൊ വലിയ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യണ്ടല്ലോ. എന്താ പനക്ക് 5000 ഉറുപ്പ്യ തരാണ്ട് പറഞ്ഞ് വേറെ ഉണ്ടാക്കിയ ആളല്ലേ മാണ്ടാതിനി. ആയാലും വലിയ വിലയല്ല ഇപ്പൊ ഞമ്മക്ക് തരണേ. അത് ഞാൻ ഏതെങ്കിലും അനാഥ മന്ദിരത്തിന് സംഭാവന എടുത്ത മാതിരി കുട്ടിക്കോ. അത് അല്ല അത് ശരി തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ വാർഡിൽ കറണ്ട് ഇല്ല, ഒരു ട്രാൻസ്ഫോമർ എന്തെങ്കിലും പഠിച്ചു പോയി വിചാരിക്കാം. ആ സമയത്ത് മന്മഥനെ പോലുള്ള ഒരാളാണ് അങ്ങോട്ട് KSEBിലേക്ക് വിളിച്ചിട്ട് ഹലോ ദിസ് ട്രാൻസ്ഫോം പറഞ്ഞേ. അല്ല നമുക്ക് പറയാൻ കിട്ടൂല, മൂപ്പര് പറയണ ഒരു ഇതുണ്ടല്ലോ. അതൊക്കെ കേട്ടു പറഞ്ഞ ആളപ്പ ഇവിടെ എത്തും. ഏയ് നമ്മളെ സമരം അത് ഇവിടെ കറണ്ട് പോയേക്കാട്ടോ നിങ്ങളൊന്ന് നേരാക്കിയ വെച്ചിട്ട് പോകണോ പറയോ. പിന്നെന്താ സംഭവം അറിയില്ല. എന്തേ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ? എല്ലാ നാട്ടുകാരും മൊത്തം അറിഞ്ഞില്ല. നിങ്ങൾ ഇവിടെ കുത്തിരിക്കുന്നത് കാര്യം എന്താ പറയുമ്പോ എന്താ രാഘവേട്ടാ? കരയണ്ട. ഇംഗ്ലീഷൊക്കെ പോയോ? അപ്പൊ പിന്നെയും കാണാല്ലാണ്ടായോ? കാണണ്ടായി. ഒരെല്ലാം ഇട്ടിട്ട് പോയി. കൊണ്ടുപോയി? എന്തുകൊണ്ടായി? എല്ലാം കൊണ്ടുപോയി. ഇവിടെ 3.5 പവന്റെ ചെയിനും സ്വർണ്ണ ചെയിനും 1/2 പവന്റെ മോതിരും. കൈക്കത്ത വള കൊണ്ടാത്തത് ഭാഗ്യം വിചാരിച്ചാ മതി. അത് മാത്ര അച്ഛന്റെ പേരിലുണ്ടായിരുന്ന ഈ വീട് സ്ഥലം അങ്ങേരുടെ പേരിലെഴുതി മറിമായം